ഹലോ ഗായ്സ്. പിൻട്രസ്റ്റിൽ വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്നൊക്കെ നോക്കണ പതിവ് എനിക്കുണ്ട് കേട്ടോ. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഒരു പതിവ്? അപ്പം ഞാൻ നോക്കി നോക്കി കുറേ ഇയറിങ്സ് കണ്ടു. അപ്പം ഇതൊന്നും വാങ്ങാനായിട്ട് കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് കമ്മൽ ഉണ്ടാക്കിയാലോ എന്ന്. ആ ഒരു കമ്മലാട്ടോ ഇത്. ഭയങ്കര എളുപ്പത്തിലും എന്നാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അത് ഉണ്ടാക്കിയത്. കാരണം എന്താ ഇങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നി. ഇപ്പം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക. അതിൽ ജസ്റ്റ് ഒരു ഗമ്മ് തേക്കുക. ഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് B7000 ഗമ്മാണ്. അത് തേച്ചിട്ട് ഒരു സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുക്കുക. സ്റ്റോൺ ചെയിൻ ഇല്ലാത്തവർ നമുക്ക് വല്ല സ്റ്റോൺസ് വൈറ്റ് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. പിന്നെ ഞാൻ വേറെ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഈ ചെയിൻ വെച്ചതിന് ശേഷം വൈറ്റ് സ്റ്റോൺ ഒന്ന് വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻ വെച്ച് കുന്തൻ സ്റ്റോൺ ഈ രണ്ട് വീതം റൗണ്ട് ഷേപ്പിലൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പം അത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, വയലറ്റ് സ്റ്റോൺസ് ആണ് എടുക്കുന്നത്. എനിക്കെന്തോ ഒരു നല്ലൊരു കളറായി തോന്നി. വൈറ്റും വയലറ്റും നല്ലൊരു കോമ്പിനേഷൻ. അപ്പം അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നെക്സ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ താഴത്തെ പോർഷനാണ് ചെയ്തത്. മേലെ സ്റ്റെഡിന് അവിടെ നമുക്ക് വേണമല്ലോ ഒരു വർക്ക്. അപ്പം അത് ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് ഒരു ഫ്ലവർ പോലെയാണ്. ബിക്കോസ് അത് മറ്റേത് ഭയങ്കര ഹെവി വർക്കാണ്. ഇത് സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇതത് ഉണങ്ങാൻ വെച്ചിട്ട് നെക്സ്റ്റ് കട്ടിങ് പ്രോസസ്സാണ്. എനിക്ക് കുറച്ച് ഒന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോസസ്സ് കട്ടിങ് പ്രോസസ്സാണ്. കാരണം അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണമല്ലോ. ഓക്കെ, അപ്പം അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളത് കട്ടൊക്കെ ചെയ്ത് വെച്ചു. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കമ്മലിൻ്റെ മോഡൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഐപിൻ വെച്ചിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്യണമല്ലോ. പിന്നെ നമുക്ക് വല്ല കുങ്കുരൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. ഞാൻ ഇവിടെ കുങ്കുരൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം അതിനനുസരിച്ചുള്ള ഒരു ബീഡ്സ് എൻ്റെ ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് കുങ്കുര ആഡ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഉണങ്ങാൻ വയ്ക്കും. ഐപിന്നാണ് കേട്ടോ നമ്മളവിടെ യൂസ് ചെയ്യുക. അത് ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒന്ന് ജസ്റ്റ് ടൈറ്റ് ആക്കും വേണം കേട്ടോ. നമ്മൾ പ്ലക്കർ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അത് ടൈറ്റ് ആക്കുക. ഞാൻ ഇവിടെ പ്ലക്കറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിനെ രണ്ടും ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഈസി ആട്ടോ. ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്ര എളുപ്പമായിരുന്നു എന്ന് തോന്നിയത്. ആ ഒരു കട്ടിങ് പ്രോസസ്സും വേറെ നമുക്ക് അങ്ങനെ കുറച്ച് ഇതേ ഉള്ളൂ, പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്ത സ്റ്റഡ് വെക്കാണ് കേട്ടോ. അതും ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഉണങ്ങാൻ കുറച്ച് ടൈം കൊടുത്താൽ അത് ഭയങ്കര സെറ്റായിട്ട് കിട്ടും കേട്ടോ. കമ്മൽ ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇതാ എൻ്റെ കമ്മൽ ശരിയായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എങ്ങനെയുണ്ട്